ഉറക്കത്തിൽ സംസാരിക്കുന്ന ആളാണോ നിങ്ങൾ? അല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ വരട്ടെ. കാരണം ഈ ഉറക്കത്തിൽ സംസാരിക്കുന്ന പലപ്പോഴും നമ്മൾ അറിയണമെന്നില്ല. നമ്മുടെ കൂടെ കിടക്കുന്നവരോ നമ്മുടെ പാർട്ട്നേഴ്സോ ബന്ധുക്കളൊക്കെ ആയിരിക്കും മിക്കവാറും ഇത് ആദ്യം നോട്ടീസ് ചെയ്യുന്നത്. ആദ്യമേ പറയട്ടെ, ഈ ഉറക്കത്തിൽ സംസാരിക്കുന്നത് അല്ലെങ്കിൽ സോംനോലോക്കി എന്ന് പറയുന്നത് ഒരു വലിയ മാനസിക അസുഖമൊന്നുമല്ല. ഏകദേശം ഒരു 10-30% അഡൽസിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ്. കുട്ടികളിലാണെങ്കിൽ ഏകദേശം ഒരു 70% കുട്ടികളിൽ വളരെ സാധാരണയായിട്ട് കാണുന്ന ഒരു കണ്ടീഷൻ തന്നെയാണ് സോംനോലോക്കി അല്ലെങ്കിൽ ഉറക്കത്തിൽ സംസാരിക്കുന്നത്. ഇത് ഉറക്കത്തിന്റെ വളരെ ഡീപ്പായിട്ടുള്ള ഫേസിലാണ് സാധാരണ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉറക്കത്തിൽ സംസാരിക്കുന്നവർക്ക് അതിനെപ്പറ്റി യാതൊരുവിധ ഓർമ്മയും കാണാറില്ല. പലപ്പോഴും പകൽ നടന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു രീതിയിലും നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളോ എന്ന് വേണമെങ്കിൽ നമ്മൾ ഈ സോംനോലോക്കിയിൽ നമ്മൾ സംസാരിക്കുന്നതായിട്ട് വരാം. സാധാരണ രീതിയിൽ ഇതൊരു വലിയൊരു മാനസിക അസുഖമായിട്ട് ഇതിനെ കാണാത്തത് കൊണ്ട് തന്നെ ഇതിന് അങ്ങനെ വലിയൊരു ട്രീറ്റ്മെന്റിന്റെയും ആവശ്യമില്ല. പ്രൊവൈഡഡ് നമ്മുടേതോ നമ്മുടെ പാർട്ട്ണറിന്റെയോ സ്ലീപ്പ് ക്വാളിറ്റിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ, അതായത് നമ്മുടെ കൂടെ റൂം ഷെയർ ചെയ്യുന്ന ഒരാളുടെ ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കത്തക്ക രീതിയിൽ ഉള്ള സംസാരം ഇല്ലെങ്കിൽ, അതായത് മൈൽഡ് ആയിട്ടുള്ള ഒരു കേസാണ്, വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ എങ്കിൽ ഈ സോംനോലോക്കി അല്ലെങ്കിൽ നൈറ്റ് ടോക്കിങ്ങിന് അല്ലെങ്കിൽ സ്ലീപ്പ് ടോക്കിങ്ങിന് സാധാരണ രീതിയിൽ ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. എന്നാൽ ഇത് ഗുരുതരമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ ഉറക്കത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ ചെറിയ രീതിയിലുള്ള ട്രീറ്റ്മെന്റിലൂടെ തന്നെ മാറ്റിയെടുക്കാവുന്ന ഒരു കണ്ടീഷനാണ് സോംനോലോക്കി അല്ലെങ്കിൽ സ്ലീപ്പ് ടോക്കിംഗ്.